നല്ല പോളിംഗ് ശതമാനമാണ്. ആളുകൾ നന്നായി വോട്ട് രേഖപ്പെടുത്തി. ഒരുപക്ഷെ ഗൾഫിൽ നിന്ന് ഉള്ള പ്രവാസികളായ വോട്ടർമാർക്ക് കൂടി വരാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇതായിരിക്കില്ല വോട്ടിംഗ് ശതമാനം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വോട്ടിംഗ് ശതമാനത്തിലേക്ക് നമ്മൾ കടന്നു. അവർക്ക് കൂടി വോട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. പിന്നെ വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾ ധാരാളമുണ്ട്, അവർക്കൊന്നും വരാൻ കഴിഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ ഗൾഫിൽ നിന്നുള്ള വോട്ടർമാർ ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ വരാൻ ശ്രമിക്കുന്നതാണ്. പക്ഷെ അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ഫെയർ എല്ലാം വളരെ കൂടുതലാണ്. സാധാരണക്കാരായ ആളുകൾക്കും മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആളുകൾക്കൊന്നും വരാൻ കഴിഞ്ഞിട്ടില്ല. ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുമായിരുന്നു തീർച്ചയായിട്ടും. പക്ഷെ നല്ല രീതിയിൽ ഇവിടെ ഉള്ള വോട്ട് വെച്ച് നമ്മൾ ചെയ്തിരിക്കുന്നത് മാക്സിമമാണ്. നല്ല രീതിയിൽ വന്നിട്ടുണ്ട്, ആളുകൾ ഇതിൽ പങ്കാളികളായിട്ടുണ്ട്. അത് ഭയങ്കര സ്വാഗതാർഹമായ ഒരു കാര്യമാണ് ഉണ്ടാകുന്നത്. അല്ല, പോളിംഗ് ശതമാനം കൂടിയത് നമ്മളും നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന അവസാനത്തെ വോട്ട് വരെ കൊണ്ടുപോയി നമ്മൾ ചെയ്യിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു 30 വർഷത്തിനിടയിൽ കണ്ട UDFന്റെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിട്ടാണ് ഞാനിതിനെ വിലയിരുത്തുന്നത്. ഞാൻ അടുത്തറിഞ്ഞ് കണ്ടിട്ടുള്ള 30 35 വർഷത്തെ 91 മുതൽ 91ലും നല്ല പെർഫോമൻസ് 2001ലും UDFന് ഉണ്ടായിരുന്നെങ്കിലും ഇതുപോലത്തെ ഒരു ആവേശകരമായ ഒരു പ്രവർത്തനം UDF പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഭാഗത്തു നിന്ന് എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. പൂർണ്ണമായിട്ടാണ് അവരെല്ലാം ഇത് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്തത്. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് തുടക്കം മുതലേ തന്നെ വിജയപ്രതീക്ഷയുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ 2005 മുതൽ ഞങ്ങളുടെ കൂടെ ഇല്ലാതിരുന്ന നിരവധി വിഭാഗങ്ങൾ UDFനും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള ഒരു സോഷ്യൽ ബാക്കപ്പ് സാമൂഹ്യമായി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ദളിത് സംഘടനകൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ വിഭാഗം UDFനെ പിന്തുണച്ചിട്ടുണ്ട്. പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്. പിന്നെ പണ്ടെല്ലാം കോൺഗ്രസിൻ്റെയും UDFൻ്റെയും കൂടെ നിന്നിരുന്ന ധാരാളം ആളുകൾ ഇടയ്ക്ക് വെച്ച് പല കാരണങ്ങൾ കൊണ്ട് പിണങ്ങിപ്പോയവരും മാറിപ്പോയവരും എല്ലാം ശക്തമായി തിരിച്ചു വന്നിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് 5 കൊല്ലം. കഴിഞ്ഞ 5 കൊല്ലം തന്നെ അടുത്ത മുഖ്യമന്ത്രിയാര് എന്ന ചർച്ച കോൺഗ്രസ് പാളയത്തില് സജീവമായിട്ടുണ്ട്. എലക്ഷനില് ഉയർന്ന പോളിംഗ് ശതമാനമുണ്ടായതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം ശക്തമാണ് എന്നും UDF അധികാരത്തില് വരും എന്ന പ്രതീതി ഐക്യമുന്നണി ഘടക കക്ഷികൾക്കിടയിൽ ശക്തമായി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അധികാരത്തില് വന്നാല് ആര് മുഖ്യമന്ത്രി എന്ന ചർച്ചയും നേതാക്കൾക്കും അനുയായികൾക്കുമിടയിൽ സജീവമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ, C വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരെ ഒരുപോലെ യോഗ്യരാണെന്ന് പാലക്കാട് MP VK ശ്രീകണ്ഠന് പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തില് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേരത്തെ എറണാകുളം ജില്ലയിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി വേണമെന്ന DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ പ്രസ്താവനയ്ക്കെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് K ബാബു രംഗത്തെത്തിയിരുന്നു. ഷിയാസിന്റെ പ്രസ്താവന തികച്ചും അപക്വമാണെന്നും അത്തരം ചർച്ചകൾക്ക് ഇപ്പോൾ യാതൊരു പ്രസക്തിയുമില്ലെന്നും ബാബു പറഞ്ഞിരുന്നു. എല്ലാ ജില്ലക്കാർക്കും തങ്ങളുടെ ജില്ലയിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി വരണമെന്ന് ആഗ്രഹമുണ്ടാകാം. എന്നാൽ അത് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണെന്നും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചർച്ചകൾ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും അധികാരം ലഭിക്കുകയാണ് എങ്കിൽ VD സതീശന് മുഖ്യമന്ത്രിയാവണം എന്നാണ് കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരും ആഗ്രഹിക്കുന്നത്. അതിന് അവർ പറയുന്ന ന്യായം, VD സതീശന് പ്രതിപക്ഷ നേതാവായി നിന്ന ഈ 5 വർഷം കോൺഗ്രസിന് പുതിയ ഉണർവുണ്ടായ കാലം കൂടിയാണ്. UDF അധികാരത്തിൽ വന്നാൽ അതിന്റെ പ്രധാന കാരണക്കാരന് VD സതീശന്റെ ശക്തമായ നേതൃത്വം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാര് ആണ് ഭൂരിഭാഗം പേരും. എന്നാൽ ഈ ഘട്ടത്തിൽ VD സതീശന്റെ പേരിനൊപ്പം KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകൂടി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വ്യക്തമായ അജണ്ടകൾ ഉണ്ടെന്നും VD സതീശന് മുഖ്യമന്ത്രിയായി വരുന്നതിൽ ഇഷ്ടമില്ലാത്തവരാണ് ഇതിനു പിന്നില് എന്നുമാണ് പിന്നാമ്പുറ വാർത്തകൾ. KC വേണുഗോപാൽ നല്ല കഴിവുള്ള നേതാവും കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗമായി സജീവമായിട്ടുള്ള നേതാവുമാണ്. ഇന്ന് ഹൈക്കമാൻഡില് ഏറ്റവും പിടിപാടുള്ള നേതാവ് എന്നു മാത്രമല്ല, ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള നേതാവ് കൂടിയാണ് KC. ഇങ്ങനെയൊക്കെയാണ് എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തയാളാണ് KC വേണുഗോപാൽ. കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു കണ്ണു KCക്കുണ്ടെന്നു നേരത്തെ തന്നെ കേരള രാഷ്ട്രീയ പരിസരത്ത് ഉയർന്ന ചർച്ചയാണ്.
SNDP, NSS പോലെയുള്ള സമുദായ സംഘടനകളുടെ പിന്തുണയും KC വേണുഗോപാലിനുണ്ട്. എന്നാൽ ഈ സംഘടനകൾക്ക് VD സതീശന് അത്ര പ്രിയങ്കരനല്ല എന്ന് മാത്രമല്ല, VD സതീശനെതിരെ കടുത്ത വിമർശനമുയർത്താന് വെള്ളാപ്പള്ളി നേരത്തെ തന്നെ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. ജനപിന്തുണ കൊണ്ടാണ് VD സതീശന് ഇതിനെയൊക്കെ മറികടന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നുവരുന്ന മറ്റൊരു പേര് രമേശ് ചെന്നിത്തലയുടേതാണ്. പക്ഷെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവുന്നതിൽ കോൺഗ്രസ്കാർക്ക് തന്നെ അത്ര താൽപ്പര്യം ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ UDF സർക്കാർ വന് പരാജയം നേരിടാനുള്ള ഒരു കാരണം ചെന്നിത്തല കൈകാര്യം ചെയ്തിരുന്ന ആഭ്യന്തര വകുപ്പായിരുന്നു എന്ന് അവർ വിലയിരുത്തുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലക്കും രമേശ് ചെന്നിത്തല പരാജയമായിരുന്നു. കുറെ പത്രസമ്മേളനങ്ങൾ നടത്തും എന്നതിൽ കവിഞ്ഞ് ജനങ്ങൾക്ക് ആവേശമോ പ്രതീക്ഷയോ നൽകാൻ രമേശിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് 2021 രമേശിനെ മാറ്റി മറ്റൊരു പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചത്. അങ്ങനെയാണ് VD സതീശന് പ്രതിപക്ഷ നേതാവായി വന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കഴിഞ്ഞ വർഷങ്ങളിൽ കോൺഗ്രസ് ജയിച്ച ഉപതെരഞ്ഞെടുപ്പുകൾക്കെല്ലാം കോൺഗ്രസിനെ നയിച്ചത് VD സതീശന് തന്നെയായിരുന്നു. മുഴുവന് മണ്ഡലങ്ങളെയും സ്വാധീനിക്കാൻ കഴിയുന്ന നേതാവെന്ന നിലക്കും മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്കും സ്വീകാര്യനും VD സതീശന് തന്നെയാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യന് എന്നാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ വിശ്വസിക്കുന്നത്. ഇലക്ഷന് പ്രചാരണകാലത്തും ഇടപക്ഷം ഉന്നം വെച്ചത് VD സതീശനെയും ഷാഫി പറമ്പിലിനെയും മാത്രമായിരുന്നു. ഇവര് രണ്ടുപേരും നേരിട്ട പോലെയുള്ള ഒരു വെല്ലുവിളിയും കോൺഗ്രസിലെ മറ്റൊരു നേതാവിനും ഈ ഇലക്ഷന് കാലത്ത് നേരിടേണ്ടി വന്നിട്ടില്ല. ഈ ഇലക്ഷന് സമയത്ത് UDFനു ഏറ്റവും ആത്മവിശ്വാസം നൽകിയ നേതാവ് ആരാണു എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് VD സതീശന് മാത്രമാണ്. മൈനസ് UDF ജയിച്ചാൽ എല്ലാവർക്കുമാണ് അതിന്റെ ഉത്തരവാദിത്തം. തോറ്റാൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് തനിക്ക് മാത്രമായിരിക്കും ഉത്തരവാദിത്തം. UDFനെ അധികാരത്തിലെത്തിച്ചില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിനു പോകും തുടങ്ങി പ്രവർത്തകർക്ക് നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും എന്ന ആത്മവിശ്വാസം നൽകാൻ സതീശന്റെ പ്രസ്താവനകൾക്ക് സാധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് പരിഗണിക്കേണ്ടതു ഒരേ ഒരാളുടെ പേര് VD സതീശന്റേതാണ്. അതിനേറ്റവും അർഹനും കോൺഗ്രസുകാരാഗ്രഹിക്കുന്നതും VD സതീശന് മാത്രമാണ്. മറ്റ് പേരുകൾ ചിലർ പറയുന്നതല്ല, അവരെക്കൊണ്ട് ചിലർ പറയിപ്പിക്കുന്നതാണ്. അത് കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനമോഹികൾ മാത്രമല്ല, തങ്ങളുടെ തമ്പുരാന് പഠിക്കൽ വന്നു മുട്ടുകുത്തി നിൽക്കാന് VD സതീശനെ കിട്ടാത്തതിൽ പരിഭവമുള്ള സമുദായ സംഘടനകൾ കൂടി ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത്. പോണം, ക്ഷീണമൊക്കെ മാറുന്നു. അപ്പൊ ശരിയാണ്. ഇനി 4-ാം തീയതി കഴിഞ്ഞിട്ട് കാണാം. 4-ാം തീയതി കാണാം.